അഖില ലോക സൺഡേ ക്ലാസ് റാലിയാണ്. അപ്പൊ നമ്മള് യേശുവിന്റെ ശിഷ്യം അല്ല വൈബല്ല, നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്. യേശുവിന്റെ ശിഷ്യന്മാരായിട്ടൊക്കെ ഒരുങ്ങാൻ പോണ്. ഇതാണ് യൂദാസ്. യേശു നീ ആര്? സക്കായി ഇവ യേശു. നീ വരപ്പറ്റി ഞാൻ ഇങ്ങനെ വെച്ചു. അഖില ലോക സൺഡേ സ്കൂൾ റാലി എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. റോബർട്ട് റൈസ്കിൻ എന്ന വ്യക്തി സൺഡേ സ്കൂൾ രൂപീകരിച്ചതിന്റെ വാർഷികമായിട്ടാണ് നമ്മൾ ഓരോ വർഷവും നവംബർ മാസം ആദ്യത്തെ ഞായറാഴ്ച അഖില ലോക സൺഡേ സ്കൂൾ റാലി ആഘോഷിക്കുന്നത്. അതാത് ഡിസ്ട്രിക്റ്റിലുള്ള 7 CSI സഭകൾ തമ്മിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം. ഓരോ വർഷം ഓരോ തീമാണ് തരുന്നത്. പിന്നെ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ വേഷത്തിൽ നമ്മൾ ഒരുങ്ങും. നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്. മുടിയൊക്കെ എന്തായാലും വീണ്ടും വീണ്ടും പറയണം. ഇനി മുടിയൊക്കെ വെക്കണം. മുടി ഇല്ലേ? നാച്ചുറൽ മുടിയുള്ള ശിഷ്യ. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ശിഷ്യനായിരുന്നു യേശുവിന്റെ. അതുകൊണ്ടാണ് എനിക്ക് ഈ ജന്മത്തെ റിയലിസ്റ്റിക് മുടി. ഞാൻ മത്തായി. നീ? എല്ലാരും ഡ്രസ് ഇടണേലും മേക്കപ്പ് ഇടണേലും അത്യാവശ്യം നല്ല തിരക്കിലാണ്. ആൻഡ് മുതിർന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ശിശുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് ശിഷ്യന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. വി ആർ മോഡേൺ ശിഷ്യൻസ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ജീവനുള്ള കുഞ്ഞാട് മക്കളെ കണ്ട ഗൈസ്, യേശുയുടെ സംസ്ഥാന സമ്മേളനം. നമ്മൾ യേശു ശിഷ്യന്മാരും ചങ്കുമായി കാണും അല്ലേ ശേഷേ? ഞാൻ കുറെ നേരമായി യേശു ശിഷ്യന്മാരും തുടങ്ങി. നമ്മൾ മാത്രല്ല ഇവിടത്തെ ക്യാരക്ടേഴ്സ് നിറയെ ഉണ്ട്. രാജാവുണ്ട്, അതാര് ആരൊക്കെ ഉണ്ട്. എന്താ ഇവരാണ് നമ്മുടെ ഫ്ലവർ ഗേൾസ്. കിളിപാറിയിരിക്കുന്ന ഭടനും മാലാക കുഞ്ഞുങ്ങളും അങ്ങനെ നിറയെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ റാലിക്ക് സമയമായി. ഹലോ ഗൈസ്, അപ്പൊ റാലി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാരും ഇങ്ങനെ അറേഞ്ച് ആയി നിൽക്കുകയാണ്. അങ്ങനെ റാലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പൊട്ടിച്ച താടി ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മളെല്ലാരും ഫുഡൊക്കെ നമ്മളെ പള്ളിയുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാരും. ഇപ്രാവശ്യം നമ്മളെ പള്ളിക്ക് സൺഡേ ക്ലാസ്സിന് ഫസ്റ്റ്, ബാലജന സഖ്യത്തിന് ഫസ്റ്റ്, യൂത്തിന് സെക്കൻഡ്, അങ്ങനെ നിരത്തി പിടിച്ച സമ്മാനങ്ങളാണ്. ഒരു ഫസ്റ്റ് അല്ലേ കിട്ടിയ അതിന് ഇത്ര ആവേശവും ബഹളവും വേണോന്ന് ചോദിച്ചാൽ വേണം. കാരണം യൂത്തിലെ അണ്ണന്മാര് രാവും പകലൊന്നുമില്ലാതെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഫസ്റ്റ് കിട്ടിയ. അപ്പൊ ആഘോഷിക്കണ്ടേ? കഴിഞ്ഞ വർഷം കോടങ്കരക്കാര് ഫസ്റ്റ് അടിച്ചപ്പോ നമ്മള് പള്ളി വരെ വന്ന് ട്രോഫി കാണിച്ച്
കൊടങ്ങരെ പോയില്ല. അത്ര തന്നെ. എന്തെന്ന് ചോദിച്ചാൽ നമ്മളെ നല്ല മനസ്സ് കാരണം പോയില്ല. അതന്നെ, നമുക്ക് അഹങ്കാരമൊന്നും ഇല്ല. ഫസ്റ്റ് കിട്ടി നമ്മൾ സന്തോഷിക്കുന്നു. ഫസ്റ്റ് കിട്ടി അത്ര, നമുക്ക് ഷോ ഒന്നും കാണിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.